അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും. പാർവതി, അമ്മയുടെ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നീ അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കണം. ചെറിയമ്മ നിന്നെ അമ്മയെ പോലെ അണിയിച്ചൊരുക്കും. അമ്മയുടെ നോട്ടവും നടത്തമൊക്കെ ചെറിയമ്മ നിന്നെ പഠിപ്പിച്ചുതരും. ഗാർഗി അതിന് സഹായിക്കും. നീ ചെല്ല. മോളെ വാ. അമ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് മോന്റെ മനസ്സ്. ഗായത്രി ജീവിച്ചിരുന്നപ്പം ഇത് നല്ല അച്ചടക്കമുള്ളൊരു വീടായിരുന്നു. ഇനി ഈ വീട് അങ്ങനെ തന്നെയായി മാറും മോനെ. പഴയ സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു വരും. ദീപം ദീപം ദീപം. സന്ധ്യയായിട്ട് ഈ പല്ലവി കാണുന്നില്ലല്ലോ. ഇവളിതെവിടെ പോയതാ? എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണെന്ന് എനിക്കറിയില്ലേ? അതുപോലെ സന്ധ്യ ആവുന്നതിന് മുമ്പ് തിരിച്ചു വരണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ? നമ്മുടെ സമയം നോക്കിയല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഇല്ലെങ്കിൽ പറയണമായിരുന്നു, സൂര്യഭഗവാനെ ഞാൻ വീട്ടിൽ കയറിയിട്ടേ നീ അസ്തമിക്കാവൂന്ന്. എന്തു പറഞ്ഞാലും തർക്കുത്തരം നിന്റെ നാവുന്ന് വരുള്ളൂ. എവിടെയായിരുന്നടി ഇത്ര നേരം? അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ഈ നാട് വിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. സുരഭിയും ഞാനും കൂടി കൊച്ചമ്പലത്തിലിരുന്ന് മാല കെട്ടുകായിരുന്നു. അതിനിടയ്ക്ക് ഞാനിവിടെ വന്നിരുന്നു. അപ്പൊ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അമ്മ എവിടെ പോയതായിരുന്നു? ഞാൻ അച്ചാറ് കൊടുത്തതിന്റെ പൈസ വാങ്ങിക്കാൻ പോയതാ. അത് ആരോട് പറഞ്ഞിട്ടാ പോയത്? ആ പറഞ്ഞിട്ട് പോവാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഓ ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാൻ പൈസ വാങ്ങിക്കാൻ പോയപ്പോ എന്റെ പണക്കൊടുക്കയിൽ ഒരു 150 രൂപയുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അതിൽ നിന്നും 50 രൂപ കുറഞ്ഞിരിക്കുന്നു. അതാരാ എടുത്ത്? നീ ഇതിനിടയ്ക്ക് ഇവിടെ വന്നു പറയുന്നു. സത്യം പറയടി, ആ പൈസ നീ എടുത്തല്ലേ? ആ കണ്ടോ കണ്ടോ, കള്ളം പിടിക്കപ്പെട്ടപ്പോ അവളുടെ മിണ്ടാട്ടം മുട്ടിയത് കണ്ടോ? വന്ന് വന്ന് നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? പണക്കൊടുക്കേന്ന് 50 രൂപ എടുക്കുന്നത് ATM-ന്ന് പൈസ എടുക്കുന്ന പോലെ ഉള്ളൂ. അതെങ്ങനെ മോഷണാവുന്നേ? ഒരു കൈ വായ്പ. എന്റെ കയ്യില് കാശ് വരുമ്പോ ഞാനതങ്ങ് തിരിച്ചു തന്നേക്കാം. അയ്യോ, വലിയൊരു ഔദാരിയായി പോയി. അതിരിക്കട്ടെ, നിനക്കെന്തിനായിരുന്നു ഇപ്പൊ 50 രൂപ? ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെന്നാ ഞാൻ ചോദിച്ചേ? എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കണമായിരുന്നു. സുരഭിയുടെ ഫോൺ ചാർജ് ചെയ്ത് കൊടുത്താലേ വിളിക്കാൻ പറ്റൂന്ന് പറഞ്ഞു. അതിനാ പൈസ എടുത്തത്. എന്നിട്ട് പാറുവിനെ വിളിച്ചോ നീ? അവൾ എന്താ പറഞ്ഞേ? സുഖല്ലേ അവൾക്ക്?
മോള് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു സ്നേഹം. ചേച്ചി അവിടെ ഇല്ലായിരുന്നു, പോലീസ് സ്റ്റേഷനിലാണെന്ന് വിപിൻ സാർ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ ദേവി, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അവൾ എന്തിനു പോലീസ് പിടിച്ചത്? പിടിച്ചതല്ല, പിടിപ്പിച്ചതാ. അവിടെ ജാസ്മിൻ എന്ന പേരുള്ള ഒരു പണക്കാരി ചേച്ചിയുണ്ട്. അവരെ ഏതാണ്ട് പറഞ്ഞു, അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു. പേടിക്കാനൊന്നുമില്ല, വിശാലേട്ടൻ പോയി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ പറയുന്നത്, പണം കയ്യിലുണ്ടെങ്കിൽ കേസുമില്ല, കോടതിയില്ല. ഗായത്രിയുടെ സാരി എടുക്കുക, ഗായത്രിയുടെ ഓർണമെന്റ്സ് അണിയുക, നോക്കിലും നടപ്പിലുമെല്ലാം പാർവതി ഗായത്രിയെ പോലെ ആയിരിക്കണം. അങ്ങനൊന്നും അളിയൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ ചേച്ചി? മിണ്ടാൻ വയ്യാണ്ട് കിടക്കുന്ന അളിയന്റെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ സഹതാപത്തിന്റെ പുറത്ത് എല്ലാവരും അത് സമ്മതിച്ചു കൊടുക്കുമല്ലോ. ഇത് രാധികയുടെ ബുദ്ധിയാ. തുറച്ചു നോക്കണ്ട, അത് തന്നെ സംഭവിക്കാൻ പോന്നെ. ഗായത്രി ചേച്ചി ഈ വീട്ടിൽ എങ്ങനായിരുന്നു എന്ന് ചേച്ചി മറന്നിട്ടില്ലല്ലോ. എല്ലാം ഗായത്രി ചേച്ചിയെ തീരുമാനിച്ചോണ്ടിരുന്നേ. എല്ലാവരും ഇത് അനുസരിക്കും. ഒരുതരം അമ്മ മഹാറാണിയില്ലായി. ഗായത്രി ചേച്ചിയുടെ അധികാരധാരയിൽ പാർവതിയെ വാഴിക്കാനുള്ള ശ്രമം 75% അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോ അമ്മ ഇവിടെ വരുമെന്ന് അവള് പറയുമ്പോ ചേച്ചി താണ് വണങ്ങി അവളുടെ അടുത്ത് ചെന്നിട്ട് എന്താ മോളേന്ന് ചോദിക്കും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ തോറ്റുപോയി ചേച്ചി, തോറ്റു തൊപ്പിയിട്ടു. നിർത്തടാ, മതി നിന്റെ വർണ്ണന. ചേച്ചി അങ്ങനെയൊക്കെ ആവുന്നത് അവള് സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷേ ഇത് പ്രഭാവതിയാ, ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവൾ. മഹാറാണിയെ പോലെ നിവർന്നു നിന്ന് അവള് കൽപ്പിക്കുമ്പോൾ ആ നാവ് പിഴുതെടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിയും ഈ പ്രഭാവതി. എന്നെ തോൽപ്പിക്കണമെങ്കിൽ അവൾ ഇനിയും 7 ജന്മം എടുത്ത് ജനിച്ചു വരണം. ആന്റിക്ക് ഡയലോഗ് മാത്രമേ അറിയൂ. അത് ചെയ്യും ഇത് ചെയ്യും, മൂക്കി വലിച്ച് കേറ്റിക്കളയുന്നൊക്കെ നല്ല ഉശിരോടെ പറയും. ഫലവോ വട്ടപൂജ്യം. മിണ്ടാപ്പൂച്ച കല്ലുടക്കുന്നൊക്കെ പറയുന്ന പോലെ അവള് നൈസായിട്ട് അവൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. മരിച്ചുപോയ ഗായത്രിയുടെ സാരിയും ഉരുപ്പടികളും ഇട്ടുകൊടുത്ത് പാർവതിയെ നിർത്താന്ന് പറഞ്ഞ അങ്കിള് പറഞ്ഞതുപോലെ അതൊരു അധികാര കൈമാറ്റം തന്നെ ആന്റി. വിശാലിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരവും പണവും വിശാലിന്റെ താലിയും കഴുത്തിലിട്ട് നടക്കുന്ന ആ പാർവതിക്ക് കൈമാറുന്നു. അതൊരു പ്രഖ്യാപനം തന്നെയാ. പാർവതിയേക്കാൾ താഴെയാണ് ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്നുള്ള പ്രഖ്യാപനം. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പാർവതിയെ ഗായത്രി ആക്കണമെന്നുള്ളത് രാധികയുടെ ഐഡിയയാണ്. ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാറായി എന്ന തോന്നലിന്റെ പുറത്ത് തളർന്നു വീഴുന്നതിന് മുൻപ് ഗോപിയേട്ടൻ പറഞ്ഞ ഒരു ആഗ്രഹമാണ് അത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അധികാര കൈമാറ്റമൊന്നുമല്ല. അതുകൊണ്ട് മരിച്ചുപോയ അമ്മായിയമ്മയുടെ ഉടുപ്പും ചെരുപ്പും ഇട്ട് അവള് നടന്നോട്ടേന്നാണോ ആന്റി പറയുന്നത്? മോളെ, മരിക്കാറായി എന്ന തോന്നലിന്റെ പുറത്ത് ഗോപി അങ്കിൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു.
ഭർത്താവിനോടുള്ള സഹതാപത്തിന്റെ പുറത്ത് ആന്റി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അതുവരെ ഓക്കെ ആണെന്ന് വെച്ചോ. പക്ഷേ ഇനി അതായിരിക്കും അവളുടെ സ്ഥിരമായിട്ടുള്ള വേഷമെന്ന് വിശാല് പറഞ്ഞ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആന്റി പറയോ? ഇനി ആന്റി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ വിശാൽ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ആന്റിക്ക് എന്ത് അവകാശമെന്ന് അച്ഛമ്മയും രാധിക ആന്റിയും ഗാർഗിയും ഒക്കെ ചോദിച്ചാ ആന്റിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? അതിന്റെ പിറകില് ഒരു ഗൂഢാലോചനയുണ്ട് ആന്റി. എല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന. പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ആന്റി തോറ്റുപോകും. ആന്റി തോറ്റ ഞങ്ങളും തോറ്റു എന്ന അർത്ഥം. മതി, നിർത്ത്. ഇനി സംസാരമില്ല, പ്രവൃത്തിയാ. പാർവതി ഗായത്രി ആവുന്നത് എനിക്കൊന്ന് കാണണം. ഈ പറയുന്നത് പ്രഭാവതിയാണ്. പാർവതിയെ ഈ വേഷത്തിൽ കാണുമ്പോഴേ ഒറ്റ നോട്ടത്തില് ഗായത്രി ചേച്ചി തന്നെ. കീഴൂരിലെ വല്യമ്മ എപ്പോഴും പറയും, ഗായത്രി ചേച്ചി നിലവിളക്കിന് മുമ്പിലിരുന്ന് നാമം ജപിക്കുമ്പോ നിലവിളക്ക് ഏതാ ഗായത്രി ചേച്ചി ഏതാന്ന് തിരിച്ചറിയാൻ കഴിയില്ലാന്ന്. അച്ഛമ്മ പറഞ്ഞേ ഞാനും കേട്ടിട്ടുണ്ട് ഗായത്രിയമ്മയുടെ സൗന്ദര്യത്തെക്കുറിച്ച്. സൗന്ദര്യം നല്ല പറയണ്ടേ, അതിന് എന്താ പറയാ, കണ്ണും മനസ്സും നിറയ്ക്കുന്ന എന്തോ ഒന്ന്, ഒരു പ്രത്യേകതരം ഗ്രേസ്. കാഴ്ചയില് മാത്രമല്ല പെരുമാറ്റത്തിലും ഗായത്രി ചേച്ചി ഇങ്ങനെ. അടുത്തിടപഴകുന്നവരുടെ മനസ്സും വിഷമവും അറിഞ്ഞു പെരുമാറും. ഒറ്റയാളും ഗായത്രി ചേച്ചിയെ കുറ്റം പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല, പ്രഭാവതി അല്ലാതെ. ഗായത്രിയമ്മയുടെ സ്ഥാനോ അച്ഛൻ നിനക്ക് തന്നിരിക്കുന്നത്. നിന്റെ തലയ്ക്ക് മുകളിലെ ശുക്രൻ ഉദിച്ചു. ഇനി നീ തീരുമാനിക്കേണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അയ്യോ, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ഗായത്രിയമ്മയുടെ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുമില്ല. വയ്യാതെ കിടക്കുന്ന അച്ഛന്റെ ആഗ്രഹമല്ലെന്ന് കരുതിയിട്ടാ ഞാനിതിനൊക്കെ സമ്മതിച്ചത്. ഈ ഭവ്യത എളിമയൊക്കെ നീ തൽക്കാലം ഒന്ന് മാറ്റിവെക്ക്. അവരുടെ മുന്നില് നീ തല ഉയർത്തി തന്നെ നടക്കണം. ആരാടാ എന്നെ മുട്ടാൻ എന്ന് ചോദിക്കുന്ന പോലെ, അല്ലേ ചെറിയമ്മ? ആരാടി എന്ന് ചോദിച്ചാലേ ഞാൻ ആടി എന്ന് ശബ്ദം ഉയർത്തി പറയണം. അല്ല പിന്നെ, ഇവളെ ഈ രൂപത്തിൽ കാണുമ്പോ ഇവിടെ ചിലരുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും, അസൂയയും കുശുമ്പും കാരണം. വിപിനെയും കൂട്ടി അമ്മ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. മകന് സ്ട്രോക്ക് വന്നത് ദൈവകോപം കൊണ്ടാണെന്ന് അമ്മ കരുതിയിരിക്കുന്നത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഗോപിയേട്ടനോട്
ദൈവം എന്തിനാ കോപിക്കുന്നേ? പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? അമ്മ ഇവിടുന്ന് മുങ്ങിയതാ ചേച്ചി. ഇവിടെ ഒരാള് ഗായത്രി ചേച്ചി ആവാനുള്ള ഒരുക്കത്തിലല്ലേ? അളിയന്റെ ആഗ്രഹം ആയതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയുന്നുമില്ല. പേക്കോലം കെട്ടി വരുന്നത് കാണാൻ കഴിയാത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഉച്ചയ്ക്ക് നടയടച്ച അമ്മയ്ക്ക് തിരിച്ചു വരാതെ പറ്റില്ലല്ലോ. അപ്പോഴും അവൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടു ജോലിക്കാരിയെ ഗായത്രിയാക്കി മാറ്റുക എന്ന് പറഞ്ഞ അതത്ര എളുപ്പപ്പണിയൊന്നും അല്ല. രാധികയും ഗാർഗിയും കുറെ വിയർക്കും. എത്ര വിയർത്താലും അവൾക്കൊരിക്കലും ഗായത്രിയാകാൻ കഴിയില്ല. കാക്ക കുളിച്ച കൊക്കല്ലെന്ന് പറയുന്ന പോലെ അല്ലേ ചേച്ചി? അച്ഛന്റെ മരുമോളതേ റെഡി.